ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് എടപ്പാള് വീട്ടിലേക്ക് പോവുകയാണ്. നൈഗുന് രാവിലെ എണീറ്റപ്പോൾ മുതൽ ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട്. ഇവിടുന്ന് പോകുന്നെന്ന് മനസ്സിലായിട്ടുള്ള ചെറിയ വിഷമമായിരിക്കും. എത്ര പെട്ടെന്നല്ലേ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്. അമ്മാമ്മയൊക്കെ പറയും അവനത് പോകുന്നതിൻ്റെ വിഷമമായിരിക്കും, അവനത് മനസ്സിലാവുന്നുണ്ടാവും എന്നൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും തർക്കിക്കും, ഓ പിന്നെ ഇപ്പോഴും മനസ്സിലാക്കാനോ ഈ ചെറിയ കുട്ടിയോ. പക്ഷെ ഇടയ്ക്കൊക്കെ എനിക്ക് മനസ്സിലായി തുടങ്ങി അവൻ എന്തോ ഒരു വിഷമം ഉള്ളിലുണ്ടെന്ന്. നൈഗു ജനിച്ച ആദ്യത്തെ 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് മലപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് 3 മാസം, അതായത് കറക്റ്റ് അവൻ 6 മാസം തികയുന്നതിൻ്റെ അന്ന് കേക്കൊക്കെ മുറിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വണ്ടി കയറിയത്. ഇപ്പൊ ഏകദേശം 4 മാസമായി ഞങ്ങൾ വന്നിട്ട്. ഈ സമയം കൊണ്ട് നൈഗും എല്ലാരോടും പെരുമാറാനും അടുപ്പം കാണിക്കാനൊക്കെ തുടങ്ങിയല്ലോ. തിരിച്ചു പോകുന്നതിന്റെ വിഷമം എല്ലാരും കാണിച്ചു തുടങ്ങിയപ്പോൾ അവനും അത് മനസ്സിലായി. പിന്നെ എന്തായാലും പോയല്ലേ പറ്റുള്ളൂ, നമ്മൾ അവിടെ നിൽക്കണമല്ലോ. എന്റെ വീട് ട്രിവാൻഡ്രം, വിഷ്ണുവിന്റെ വീട് മലപ്പുറം. എന്താ ദൂരം അല്ലേ, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയി വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കുറച്ച് ഇവിടെ നിൽക്കും, കുറച്ച് അവിടെ നിൽക്കും. പതിയെ നൈഗും അത് യൂസ്ഡ് ആയിക്കോളും. സാധാരണ ഞാൻ രാത്രിയിലെ ട്രെയിനിലാണ് പോവാറ്. അതാവുമ്പോ രാത്രി കയറിയാൽ രാവിലെ ആകുമ്പോഴത്തേക്കും വീടെത്തും. ഇപ്പൊ നൈഗും കൂടെ ഉള്ളത് കാരണം 12:15 കേരള എക്സ്പ്രസ്സിന് കയറിയ 5:30 ആകുമ്പോഴത്തേക്കും തൃശ്ശൂരെത്തും. എന്നെ ഉണ്ണിമോളെ നൈഗുവിനെ യാത്രയാക്കാൻ പൊന്നും അമ്മയും കൂടിയിട്ടാണ് വന്നത്. നൈഗു ജനിച്ച ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ നോർമൽ സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്യുന്നവനെയും കൊണ്ട്. ട്രെയിനിൽ കയറിയിരുന്ന് ഒന്ന് ചുറ്റുപാട് നിരീക്ഷിച്ച ശേഷം ആൾ നേരെ ഓടിയത് ഈ വിൻഡോയുടെ അടുത്തേക്ക്. അപ്പോൾ തന്നെ ഒരു വെറ്റ് ടിഷ്യൂ എടുത്ത് അവൻ്റെ കയ്യെത്താവുന്ന ഇടമൊക്കെ ഞാനൊന്ന് തുടച്ചു. ഇതായിരുന്നു ആ ടിഷ്യൂവിൻ്റെ അവസ്ഥ. ഇത്രയും നാൾ യാത്ര ചെയ്ത പോലെ അല്ല ഇനി യാത്ര ചെയ്യുമ്പോഴെന്ന് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു. അമ്മയും പൊന്നും ടാറ്റ പറയുമ്പോൾ അവ എല്ലാവരും തിരിച്ച് വിളിക്കുകയാണേ ബാ എന്ന് പറഞ്ഞിട്ട്. പിന്നെ യാത്ര പോകാൻ ഞങ്ങൾക്ക് ഇഷ്ടമായത് കാരണം അവസാനം ടാറ്റയൊക്കെ കൊടുത്ത് വിട്ടു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. യാത്രാവിശേഷം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാവേ.